ഏതൊരു കോമ്പറ്റീഷനിലും അതുപോലെ തന്നെ ഇന്റർവ്യൂസിലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു പ്രാധാന്യം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് വേണ്ടത് സമയമാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഇന്ന് നവംബർ 13 ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ പത്രത്തിലെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് തിരുവനന്തപുരം റൺ അവേ വിന്നേഴ്സ്. ഈ കഴിഞ്ഞ 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ തിരുവനന്തപുരത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ന്യൂസ് ഹെഡിംഗ് ആണ്. പല പത്രങ്ങളിലും വന്നിട്ടുള്ള സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിനെ കുറിച്ച്. നമുക്കിതിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ജില്ല തിരുവനന്തപുരം. 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് അവസാനിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആണ് ആ ഒരു ഡിസ്ട്രിക്റ്റിന് ലഭിച്ചിട്ടുള്ളത്. എത്ര പോയിന്റ് ആണ് ഈ ജില്ലക്ക് ലഭിച്ചിട്ടുള്ളത്? 1935 പോയിന്റ്സ്. വളരെ വലിയൊരു പോയിന്റ്സ് ആണ്. 1935 പോയിന്റ്സ് നേടിക്കൊണ്ടാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയാണ്. 848 പോയിന്റ്സ് ആണ്. 824 പോയിന്റ്സ് നേടിക്കൊണ്ട് മലപ്പുറം മൂന്നാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. അടുത്തൊരു ചോദ്യമാണ്, 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ അത്ലറ്റിക്സിൽ ഓവറോൾ ജില്ലാ കിരീടം നേടിയ ജില്ല ഏത്? മലപ്പുറം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് തിരുവനന്തപുരം ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് തൃശൂർ ആണ്. എന്നാൽ അത്ലറ്റിക്സിൽ ആ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തിയിട്ടുള്ള ജില്ല എന്ന് പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയാണ്. അപ്പൊ അത്ലറ്റിക്സിൽ മലപ്പുറം, എന്നാൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ല. രണ്ടാം സ്ഥാനത്ത് തൃശൂർ, മൂന്നാം സ്ഥാനത്ത് മലപ്പുറം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, MHA അപ്രൂവ്സ് ഫസ്റ്റ് ഓൾ വുമൺ ബറ്റാലിയൻ ഫോർ CISF. CISF-നായി ആദ്യത്തെ വനിതാ ബറ്റാലിയൻ MHA അംഗീകരിക്കുന്നു. MHA എന്നാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. CSFന്റെ ആദ്യത്തെ വുമൻ ബറ്റാലിയൻ അതിന് അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 12 ഏത് അർദ്ധസൈനിക സേനയാണ് അതിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ബറ്റാലിയനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അംഗീകാരം നേടിയത്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISF. അപ്പൊ CISF ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഈ കഴിഞ്ഞ 12 നവംബർ ഇന്നലെ CISF-ൽ ആദ്യമായിട്ട് ഒരു പൂർണ്ണമായിട്ടും ഒരു വുമൻ ബറ്റാലിയൻ ആരംഭിച്ചു. ഇതിനുള്ള അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു യൂണിയൻ ഹോം മിനിസ്ട്രി, അതായത് ആഭ്യന്തര മന്ത്രാലയം. ആദ്യമായി മുഴുവൻ വനിത CISF റിസർവ് ബറ്റാലിയൻ എത്ര പേരുണ്ട്? 1025. 1025 പേർ ആണ് ആദ്യത്തെ ദ ഫസ്റ്റ് എവർ ഓൾ വുമൻ CISF റിസർവ് ബറ്റാലിയനിലെ അംഗങ്ങൾ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ എത്ര റിസർവ് ബറ്റാലിയനുകൾ ഉണ്ട്? 12 റിസർവ് ബറ്റാലിയൻ. 12 റിസർവ് ബറ്റാലിയൻസ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഉള്ളത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? രജ്വിന്ദർ സിംഗ് ഭാട്ടി. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രജ്വിന്ദർ സിംഗ് ഭാട്ടി CISF-ന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഡയറക്ടർ ജനറൽ എന്ന സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. CISF 1969 സ്ഥാപിതമായിട്ടുള്ളത്. CISF-ന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് രജ്വിന്ദർ സിംഗ് ഭാട്ടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് CISF-ൽ പൂർണ്ണമായിട്ടും വനിതകൾ ഉള്ള ഒരു ബറ്റാലിയൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം. ഇതിനുള്ള അപ്രൂവൽ നൽകിയിട്ടുള്ളത് MHA, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, IFFI 2024 ബെറ്റർ മാൻ ടു ഓപ്പൺ ഗല സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ടു ഫിലിം മേക്കർ ഫിലിപ്പ് നോയ്സ്. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചലച്ചിത്ര നിർമ്മാതാവ് ഫിലിപ്പ് നോയ്സിന്. IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2024 ഇത് ആരംഭിക്കുകയാണ്. ഇതിലെ തുടക്കത്തിലുള്ള ഫിലിം ആയിരിക്കുള്ളൂ ബെറ്റർ മാൻ എന്ന ഫിലിം. കൂടാതെ ഫിലിപ്പ് നോയ്സിന് സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കും. ഇതാണ് ന്യൂസ് ഹെഡിംഗ്. നമുക്കിതിന്റെ വാർത്തകളിലേക്ക് പോകാം, ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് നൽകുന്നത്? ഫിലിപ്പ് നോയ്സ്. ഓസ്ട്രേലിയൻ
ഡയറക്ടർ ആയിട്ടുള്ള ഫിലിപ്പ് നോയ്സിനാണ് ഇന്ത്യയുടെ 55ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുന്നത്. ഇന്ത്യയുടെ 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 2024 നവംബർ 20. 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആരംഭിക്കുകയാണ് 20 നവംബറിലെ. എല്ലാ വർഷവും നടക്കുന്ന അതേ വേദി തന്നെയാണ്, അതായത് ഗോവയിലാണ് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 20 നവംബറിന് ആരംഭിക്കുന്നത്. 2024 നവംബർ 20 ആരംഭിക്കുന്ന 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ തീം എന്താണ്? യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഇസ് നൗ. യുവ സംവിധായകൻ ഭാവി ഇപ്പോൾ ആണ്. ദ തീം ഓഫ് 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ് യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഇസ് നൗ. ഈ വരുന്ന നവംബർ 20 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 55ാമത്തത് ഗോവയിൽ ആരംഭിക്കുന്നത്. പാട്രിയോട്ട് ഗെയിംസ്, ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ, സോൾട്ട് എന്നീ ചിത്രങ്ങളിലൂടെ അറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ സംവിധായകന്റെ പേര് ഫിലിപ്പ് നോയ്സ്. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുകയാണ് ഫിലിപ്പ് നോയ്സ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മൗറീഷ്യസ് ഓപ്പോസിഷൻ ലീഡർ രാം ഗുലാം അപ്പോയിന്റഡ് പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ലാൻഡ് സ്ലൈഡ് ഇലക്ഷൻ വിൻ. മൗറീഷ്യസ് പ്രതിപക്ഷ നേതാവ് രാം ഗുലാം, അദ്ദേഹത്തിന് ഇലക്ഷനിൽ വൻ വിജയം. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്ത മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരായിരിക്കും? നവീൻ റാംഗുലം. നവീൻ റാംഗുലം ആണ് അടുത്ത മൗറീഷ്യസ് പ്രൈം മിനിസ്റ്റർ. മൗറീഷ്യസ് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്, ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യമാണ്. ഇന്നിപ്പോൾ ഇന്ത്യക്ക് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഏരിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ്. മൗറീഷ്യസ് തിരഞ്ഞെടുപ്പിൽ നവീൻ റാംഗുലം ഏത് പാർട്ടിയിൽ നിന്നാണ് മത്സരിച്ചത്? അലയൻസ് ഓഫ് ചേഞ്ച്. അലയൻസ് ഓഫ് ചേഞ്ച് എന്ന പാർട്ടിയിൽ നിന്നാണ് രാംഗുലാം അദ്ദേഹം മത്സരിച്ചിട്ടുള്ളതും. ഇതിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു വിജയം ഉണ്ടായിട്ടുള്ളതും. മൗറീഷ്യസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുള്ളൂ നവീൻ റാംഗുലാം. ഏറ്റവും പുതിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പ്രവീൺ ജുഗ്നോത്ത്. പ്രവീൺ ജുഗ്നോത്ത് ആയിരുന്നു മൗറീഷ്യസ് പ്രൈം മിനിസ്റ്റർ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. പകരമായിട്ട് വരാൻ പോകുന്നത് നവീൻ റാംഗുലം. അദ്ദേഹം അലയൻസ് ഓഫ് ചേഞ്ച് എന്ന പാർട്ടിയുടെ നേതാവാണ്. മൗറീഷ്യസിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ലൂയിസ്. മൗറീഷ്യസ് എന്ന ചെറിയൊരു രാജ്യം, ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് ലൂയിസ്. DRDO carries maiden test of land attack long range cruise missile. ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലിന്റെ ആദ്യത്തെ ടെസ്റ്റ് DRDO നടത്തി. ഇതൊരു ന്യൂസ് ഹെഡിങ് തന്നെയാണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 12 ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂസിന്റെ കന്നി ഫ്ലൈറ്റ് ടെസ്റ്റ് DRDO ഏത് ശ്രേണിയിലാണ് നടത്തിയത്? ചന്ദിപ്പൂർ. ചന്ദിപ്പൂർ എന്ന സ്ഥലത്താണ് ഈ കഴിഞ്ഞ നവംബർ 12 DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇതൊരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ആണത്. ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചന്ദിപ്പൂർ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ച് ആണ്, മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ച് ആണ് ചാന്ദിപ്പൂർ. ഇത് ഒഡീഷയിലാണ്. 2024 നവംബർ 12 ആദ്യ പരീക്ഷണം നടത്തിയ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസിന്റെ പരിധി എത്രയാണ്? 1500 കിലോമീറ്റർ മുകളിൽ. 1500 കിലോമീറ്റർ മുകളിൽ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പരീക്ഷിച്ചിട്ടുള്ള ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ്, അതായത് LRLSCM. LRLSCM ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഏത് മിസൈലിന്റെ പിൻഗാമിയാണ്? നിർഭയ് ക്രൂയിസ് മിസൈൽ. നിർഭയ് ക്രൂയിസ് മിസൈൽ ഇത് ഇന്ത്യയുടെ ഒരു മിസൈൽ ആണ്. ഇതിന്റെ പിൻഗാമിയായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LRLSCM എന്ന ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഇപ്പോൾ ചാന്ദിപ്പൂരിൽ വെച്ച് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ടു സേവ് ഫ്ലൈയിങ് ഹവേഴ്സ് IAF ഇനോഗ്രേറ്റ്സ് C-295 സിമുലേറ്റർ ടു ട്രെയിൻ പൈലറ്റ്സ്. ഏത് വ്യോമസേനയിലാണ് 11 നവംബർ 24 IAF C-295 ഫുൾ മോഷൻ സിമുലേറ്റർ സൗകര്യം ഉദ്ഘാടനം ചെയ്തത്? എയർഫോഴ്സ് സ്റ്റേഷൻ ആഗ്ര.
ഒരു വിമാനത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കുന്നതിന് വേണ്ടി റൺവേ ഉപയോഗിക്കാതെ, അതായത് പ്രാക്ടിക്കലി ഉപയോഗിക്കാതെ അതിന്റെ ഒരു സിമുലേറ്റർ വഴി പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ C-295 എന്ന വിമാനത്തിന്റെ സിമുലേറ്ററും. എയർഫോഴ്സ് സ്റ്റേഷൻ ആഗ്ര, ഇവിടെ വെച്ചാണ് ഫുൾ മോഷൻ സിമുലേറ്റർ സൗകര്യം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് C-295 എന്ന വിമാനത്തിന് വേണ്ടിയാണ്. അതായത് ഇനി യഥാർത്ഥത്തിൽ വിമാനത്തിൽ പറക്കാതെ തന്നെ അതിന്റെ ഫുൾ എക്സ്പെരിമെന്റ്സും അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടീസും നമുക്ക് നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഒന്നാണ് സിമുലേറ്റർ. ഇതിലൂടെ തന്നെ പൈലറ്റ്സിനെ പൂർണ്ണമായിട്ടും അവരുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചതിന് ശേഷം അവർക്ക് യഥാർത്ഥത്തിലുള്ള എയർക്രാഫ്റ്റിൽ കയറി ഫ്ലൈയിങ് ഹൗസ് കൂട്ടാനും അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് നേടാൻ സാധിക്കും. 11 നവംബർ 2024 ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷനിൽ IAF C-295 ഫുൾ മോഷൻ സിമുലേറ്റർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇദ്ദേഹം സെൻട്രൽ എയർ കമാൻഡിന്റെ AOCNC ആണ്, അതായത് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ്. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ നവംബർ 11 C-295 ഫുൾ മോഷൻ സിമുലേറ്റർ FMS അതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് എയർഫോഴ്സ് സ്റ്റേഷൻ ആഗ്രയിൽ വെച്ചാണ്. C-295 എയർക്രാഫ്റ്റ് ഫൈനൽ അസംബ്ലി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ കമ്പനിയാണ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ആണ് C-295, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വഡോദരയിൽ ആരംഭിച്ചിട്ടുള്ള എയർക്രാഫ്റ്റ് അസംബ്ലി സിസ്റ്റം. ഇത് C-295 എന്ന വിമാനത്തിന് വേണ്ടിയാണ്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ആണ് C-295 എന്ന വിമാനം ഇതിന്റെ ഫൈനൽ അസംബ്ലി നടത്തുക. ഇപ്പൊ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ആണ് C-295 എയർക്രാഫ്റ്റ് ഫൈനൽ അസംബ്ലി ചെയ്യുന്ന ഇന്ത്യയിലെ കമ്പനി. ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് കമാൻഡിലാണ് വരുന്നത്? സെൻട്രൽ എയർ കമാൻഡ്, CAC. സെൻട്രൽ എയർ കമാൻഡിലാണ് ആഗ്ര എയർഫോഴ്സ് വരുന്നത്. ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള C-295 ഫുൾ മൂൺ സിമുലേറ്റർ ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ സെക്യൂർസ് പൊസിഷൻ ഇൻ ടോപ്പ് 10 കൺട്രീസ് ഇൻ പാറ്റന്റ്സ്, ട്രേഡ് മാർക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. പേറ്റന്റുകൾ, വ്യാപാര മുദ്രകൾ, വ്യാവസായിക ഡിസൈനുകൾ എന്നിവയിലെ മികച്ച 10 രാജ്യങ്ങളിൽ ഇന്ത്യ സ്ഥാനം നേടി. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക ബൗദ്ധിക സ്വത്തവകാശ സൂചികകളിൽ 2024 ഇന്ത്യ നേടിയ സ്ഥാനം എന്താണ്? 6ാം സ്ഥാനം. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റേഴ്സ് എന്ന സൂചികയിൽ ഇന്ത്യക്ക് ഇപ്പോൾ 6ാമത്തെ സ്ഥാനമാണ്. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന 10 രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ 6ാമത്തെ ഒരു പൊസിഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റേഴ്സിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനമാണ് 6th പൊസിഷൻ. ലോക ബൗദ്ധിക സ്വത്തവകാശ സൂചികകളിൽ 2024 3 പ്രധാന ബൗദ്ധിക സ്വത്തവകാശ അവകാശങ്ങൾ എന്തൊക്കെയാണ്? പേറ്റന്റ്സ്, വ്യാപാരമുദ്രകൾ, വ്യാവസായിക ഡിസൈനുകൾ. പേറ്റന്റ്, ട്രേഡ് മാർക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ഈ 3 പ്രധാനപ്പെട്ട അവകാശങ്ങൾ ആണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റേഴ്സ് 2024 ദ 3 മേജർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പേറ്റന്റുകൾ, വ്യാപാരമുദ്രകൾ, വ്യാവസായിക ഡിസൈനുകൾ, ലോക ബൗദ്ധിക സ്വത്തവകാശ സൂചികകൾ 2024 പ്രസിദ്ധീകരിച്ച സംഘടന ഏത്? ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ലോക ബൗദ്ധിക സ്വത്തവകാശ സൂചികകൾ 2024 പ്രസിദ്ധീകരിച്ച സംഘടന ഏത്? ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ഒരു സൂചികയാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റേഴ്സ് VIPI. 2023 ഇന്ത്യയിൽ എത്ര പേറ്റന്റ് അപേക്ഷകൾ ലഭിച്ചു? 64,480 ആപ്ലിക്കേഷൻ. 64,480 അപേക്ഷകളാണ് 2023 ഇന്ത്യയിൽ പേറ്റന്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. അതിനർത്ഥം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ പുരോഗതി എന്ന് പറയാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള റിസർച്ചിലൂടെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഐറ്റംസിനെ ലഭിക്കുന്ന ഒന്നാണ് പേറ്റന്റ്. പേറ്റന്റിന്റെ ഇപ്പോഴത്തെ നില പറയുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ 6ാമത്തെ സ്ഥാനമാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റേഴ്സ് പ്രകാരം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഇഷിബ സർവൈസ് പാർലമെന്റ് വോട്ട് ടു ലീഡ് മൈനോറിറ്റി ഗവൺമെന്റ്. ന്യൂനപക്ഷ സർക്കാരിനെ നയിക്കാൻ ജപ്പാനിലെ പ്രധാനമന്ത്രി ഇബുബ പാർലമെന്റ് വോട്ടുകൾ നിലനിൽക്കുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
ജപ്പാന്റെ പ്രധാനമന്ത്രിയായി തുടരാനുള്ള റൺ ഓഫ് വോട്ടിൽ ആരാണ് വിജയിച്ചത്? ഷിഗേരു ഇഷിബ. ഷിഗേരു ഇഷിബയാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഇലക്ഷനിൽ അദ്ദേഹത്തിന് വീണ്ടും തുടരാനുള്ള ആ ഒരു അവകാശം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് വിജയിച്ചിട്ടുള്ളത്. ഷിഗേരു ഇഷിബ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരിൽ നിന്നാണ്? ഫ്യൂമിയോ കിഷിദ. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഫ്യൂമിയോ കിഷിദ. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പകരമായിട്ട് വന്നിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ഷിഗേരു ഇഷിബ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് വീണ്ടും തുടരാനുള്ള ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തിന് വിജയം വന്നിട്ടുള്ളത്. നമ്മളിന്ന് 28 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 28 ക്വസ്റ്റ്യൻസിൽ കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് കുറെ GK ആണ് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷൻ നടന്നിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് അറിയാനുള്ള ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.